അടി തിരിച്ചടി അതായിരുന്നു നിയമസഭയിലെ ഇന്നത്തെ കാഴ്ച. കഴിഞ്ഞ ദിവസം നടന്ന നാടകീയ സംഭവങ്ങളുടെ തുടർച്ചയായിരുന്നു ഇന്നും സഭയിൽ അരങ്ങേറിയത്. UDFന്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നൽകി. സഭയിലെ സംഘർഷങ്ങൾ കോപ്രായമാണെന്ന മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയത്. MP രാജേഷും P രാജീവും V ശിവൻകുട്ടിയും അടക്കമുള്ള മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. സഭ ആരംഭിച്ച് അരമണിക്കൂറോളം ഈ വാക്പോര് നീണ്ടു. സഭാ നടപടികളോട് സഹകരിക്കാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സഭയിലെ വാക്പോര് കണ്ടുവരാം ആദ്യം. വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് ഞാൻ പറയാൻ നിർബന്ധിതമാണ്. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. പാർലമെന്ററി മര്യാദകളെക്കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. 25 വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ളയാളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു. അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ സർ. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത് സാർ, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ല. ഏതാവൊരു കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത്. കോലു സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അതിന് മൂന്നാമത്തെയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാകും. എന്താക്ഷേപമാണ് നടത്തിയത്? BBG റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം? കുടിച്ചതാണോ ആക്ഷേപം? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ഞങ്ങൾ അധിക്ഷേപിച്ചോ? അങ്ങയെപ്പോലെ ഇത്ര അറിവും ആധികാരികതയും വായനയും പരിചയസമ്പത്തും ഒക്കെയുള്ള ഒരാൾ പറയാവുന്ന താരതമ്യമാണോ സാർ അത്? സാർ, ഡൽഹി കലാപത്തിന് വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്തുക്കാണെന്നും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രിയാണ് മന്ത്രി MP രാജേഷ്. അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റൂ? അങ്ങനെ ഒരു പടം വന്നാൽ അത് ഫേസ്ബുക്കിൽ ഇടില്ല എന്ന് പറയാൻ പറ്റൂ? എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഈ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട. ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു, രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു, മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാർ. അതിലെനിക്ക് കൗതുകരമായി തോന്നിയത് മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരും എന്ന് V ശിവൻകുട്ടി അവിടെ പ്രഖ്യാപിച്ചു. പക്ഷേ മൂന്നാമത് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് പിണറായി വിജയനായിരിക്കും. പക്ഷേ ഈ മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇനി കിടക്കുന്നല്ലേ ഉള്ളൂ. അത് പാർട്ടി രീതി വിട്ടാണ് V ശിവൻകുട്ടി ഇതിപ്പോൾ നിയമസഭയ്ക്ക് അകത്തെ കാര്യങ്ങൾ പറഞ്ഞത് തോന്നുന്നു. വന്ന ആവേശത്തിലങ്ങ് പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ എന്തായാലും ഈ കാര്യത്തിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ ഈ വിഷയം സഭ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം സർക്കാർ അതിന് തയ്യാറാണ്. ഈ സർക്കാർ എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷത്തോട് സ്വീകരിച്ച പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് അടിയന്തര പ്രമേയം കൊണ്ടുവരട്ടെ, അത് നമുക്കങ്ങ് ചർച്ചയ്ക്ക് എടുത്തേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അതിന് തൽക്കാലം പ്രതിപക്ഷം താല്പര്യപ്പെടുന്നില്ല. അതൊരു പ്രതിഷേധമായി ഈ സെഷനെ അങ്ങ് കൊണ്ടുപോകണം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാല ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ബജറ്റിന്മേലുള്ള ചർച്ച നടന്നാൽ ആ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട വിഷയങ്ങളിലേക്ക് മാത്രമായി ആ ചർച്ച ഒതുങ്ങും. ഇനി അതല്ല, ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ ആ അടിയന്തര പ്രമേയത്തോടെ ആ വിഷയം അങ്ങ് തീരും, അതിൻ്റെ ചർച്ചയോടെ. ആ ചർച്ചയിലാവട്ടെ ഈ സോണിയാഗാന്ധിയും ഈ കയ്യിൽ കെട്ടിയ ചരടും അവിടെ പോയ കട്ടവനും നിന്നവനും എല്ലാം ആവർത്തിക്കപ്പെടും. അത് അത്തരം ഒരു അവസരം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഈ സഭാ സെഷൻ അങ്ങ് പ്രതിഷേധത്തോടെ തീരട്ടെ എന്ന് എന്താ തോന്നുന്നത്? അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ പ്രതിപക്ഷത്തിനോട് എപ്പോഴും നിങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നു. ഇതിന് മുൻപുള്ള സെഷൻ, ഇപ്പോഴത്തെ സഭയ്ക്ക് മുമ്പുള്ള നിയമസഭാ സെഷനിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ അടിയന്തര പ്രമേയവും
അപ്പോൾ തന്നെ ചർച്ചയ്ക്ക് എടുത്തൊരു സർക്കാരാണിത്. അപ്പം ഈ ദിവസങ്ങളിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 2 അടിയന്തര പ്രമേയം കൊണ്ട് രണ്ടും ഇത്തവണ അത് വലിയ പ്രാധാന്യമുള്ള വിഷയമായിരുന്നില്ല. ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും ആയിരുന്നില്ല കൊണ്ടുവന്ന മറ്റ് 2 അടിയന്തര പ്രമേയങ്ങൾ. അതുകൊണ്ട് തന്നെ ചർച്ച എടുക്കാൻ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ശബരിമല കൊണ്ടുവരൂ സംസാരിക്കാമെന്ന് പറയുന്നു, പക്ഷേ കൊണ്ടുവരുന്നില്ല. ഇത് ഇപ്പോൾ ഹർഷൻ പറഞ്ഞു നടത്തിയതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ വിഷയത്തെ ലൈവായിട്ട് നിലനിർത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ മാത്രം ആവശ്യമാണ്, ഭരണപക്ഷത്തിന്റെ അല്ലെ പ്രതിപക്ഷത്തിന്റെ മാത്രം ആവശ്യമാണ്. പക്ഷേ അപ്പോഴും ഇന്ന് ഈ കോടതി പരാമർശങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ ഒരു ബലം കൂടി സർക്കാരിന് ഉണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സോണിയാഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഇതിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ പറഞ്ഞാൽ കുഴങ്ങും എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷത്തിനും അറിയാം. പിന്നെ ഇന്നത്തെ ഒരു സഭാ സെഷനും ആക്ച്വലി രാവിലെ അടിപൊളിയായിരുന്നു. നമുക്ക് സാധാരണ സഭ വരുമ്പോഴത്തേക്കും ഓക്കെ മന്ത്രിമാർ വരുന്നു സംസാരിക്കുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും അങ്ങനെ പോകുന്ന ഒരു സെഷനായിരുന്നു. പിന്നെ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഈ സെഷൻ തുടങ്ങിയത് സമയം മുതലേ തഗ്ഗായി എല്ലാ കാര്യങ്ങളിലും. ശബരിമലയിലെ പാട്ടൊക്കെ പാടിയിട്ട് സ്വർണം കെട്ടതായപ്പോൾ അതിൻ്റെയൊക്കെ പാരഡി വി ശിവൻകുട്ടി തന്നെ പറയുന്നു, പാടുന്നു. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് ലൈവായിട്ട് നിലനിർത്താൻ പ്രതിപക്ഷം ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. എന്നാൽ ചർച്ചയെടുത്ത് അവസാനിപ്പിക്കാൻ ഭരണപക്ഷം വെൽ പ്രിപ്പയർഡുമാണ്. അപ്പോൾ അങ്ങനെ ആ സെഷൻ അതങ്ങനെ മുന്നോട്ട് പോകുന്നു. അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഇന്ന് ഞാൻ കണ്ടത്, അതായത് ഇന്ന് സർക്കാർ മനസ്സിലാക്കി ഇവരിങ്ങനെ ആക്രമിക്കാനാണ് തീരുമാനം, ഈ വിഷയത്തിൽ ബഹളം കൂട്ടാനാണ് തീരുമാനം, സഭാ സെഷൻ ഈ മട്ടിൽ കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പിലാണ് ഇന്ന് സർക്കാർ വന്നത്, അല്ലെങ്കിൽ ഭരണപക്ഷം വന്നത്. അവര് മന്ത്രിമാരാണ് മുന്നിട്ടിറങ്ങിയത്. അപ്പം പി രാജീവ് ആയിക്കോട്ടെ, എം പി രാജേഷ് ആയിക്കോട്ടെ, രാജൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇപ്പുറത്ത് വി ശിവൻകുട്ടി ആയിക്കോട്ടെ, ഇവരെല്ലാം കെ എൻ ബാലഗോപാൽ, ഇങ്ങനെ 5 മന്ത്രിമാരാണ് എഴുന്നേറ്റ് നിന്നിട്ട് നേരിട്ട് അങ്ങോട്ട് ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ മാത്രമല്ല അതിനകത്തൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പറഞ്ഞ പേരുകാരെല്ലാം ഈ വിഷയങ്ങൾ നല്ല വൃത്തിക്ക് അവതരിപ്പിക്കാൻ ശേഷിയുള്ളവരാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് പ്രതിപക്ഷ നേതാവ് ഈ ശബ്ദം ഉയർത്തുന്നു, അതിനെതിരെ ഈ ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ വളരെ സഭാ നടപടികളെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നവരാണല്ലോ ഇവരെല്ലാവരും. പ്രതിപക്ഷം വെല്ലിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ മൈക്ക് കിട്ടത്തില്ല, അതാണ് വസ്തുത. പ്രതിപക്ഷം ചാടി വെല്ലിലിറങ്ങി, പിന്നെ അവർക്ക് മൈക്കില്ല, മൈക്ക് ഇപ്പുറത്താണ്. ആ മൈക്ക് കിട്ടിയത് നന്നായി ഇവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഏത് ഭരണപക്ഷം, ഓർഡറിലുള്ളത് ഭരണപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ള പോയിന്റുകൾ ഒരു അടിയന്തര പ്രമേയം വന്നാൽ പറയേണ്ട മട്ടിൽ അവർക്ക് പറഞ്ഞു വെക്കാൻ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെ തോന്നാനൊരു കാരണം, ഇപ്പോൾ കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തെ എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്ന ഒരു സാഹചര്യമില്ല. ഇത്തവണ പക്ഷേ വെല്ലിലിറങ്ങുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്, അവർ ഡയസിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഈ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് മുന്നിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. സഭയ്ക്ക് വെളിയിൽ രമേശ് ചെന്നിത്തല കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പ്രതിപക്ഷം കൂടുതലും ഇപ്പം CM അടക്കം പറയുന്നുണ്ടല്ലോ, ഇതിപ്പം SIT നമ്മൾ കൊണ്ടുവന്ന SIT അല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണല്ലോ സർക്കാരിന്റെ പ്രതിരോധം. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ ഒരു അന്വേഷണം എത്തണം, ആ രീതിയിൽ എന്തോ ഒരു തീരുമാനം. അതിനേക്കാൾ ഉപരി ഇതിപ്പോ പ്രതിപക്ഷം ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രധാനമായും അവർ നിന്നത് എവിടെയാണ് ഇപ്പോഴും അതായത് അവർ നിന്നത് ഈ 90 ദിവസം കഴിഞ്ഞിട്ട് ഇവരെല്ലാം പുറത്തിറങ്ങുക. അതായത് ആ അന്വേഷണം, അതായത് അത്തരം ആ പോയിന്റിൽ നിന്ന് അവർ പയ്യെ മാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശക്തമായി ഈ ആന്റണിയും അതല്ലെങ്കിൽ അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഒക്കെ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 90 ദിവസം കഴിഞ്ഞിതാ എല്ലാവരും പുറത്തു പോകുന്നു. അപ്പോൾ SITക്ക് മേൽ ഈ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് 90 ദിവസമായിട്ടും കുറ്റപത്രം കൊടുക്കാത്തത്. അങ്ങനെ ഈ സ്വർണം മോഷിച്ചവരെല്ലാം ഇറങ്ങിപ്പോകാൻ അങ്ങനെ പോകുമല്ലോ. എല്ലാ കേസുകളിലും എന്താ സംഭവിക്കുന്നത്? പണ്ടൊക്കെ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ കൃത്യം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് നടപടിയിലേക്കൊക്കെ പോകുന്ന കാലം തന്നെ തുടങ്ങുന്നത്. നേരത്തെയൊക്കെ ഏതാണ് 90 ദിവസം കഴിയുമ്പോൾ ഇവർ പുറത്തിറങ്ങും, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കുറ്റപത്രം സമർപ്പിക്കും. അപ്പോൾ പിന്നീട് കേസിന്റെ വാദം നടക്കും, പിന്നെ ജയിലിൽ പോകാനുള്ളവരാണെ പോകും. ഇങ്ങനെ തന്നെയാണ് കേസുകൾ പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ ഇവരെ പുറത്തിറക്കരുത് എന്നുള്ളത് ഒരു എന്താണ് വികാരമായി ആ നിലയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്നു. അതിന് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ തന്നെയാണ് ആ കാര്യത്തിലുള്ളത്. പക്ഷേ ഇവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിനെ അനുകൂലിക്കുകയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി. അനുകൂലിക്കുക അല്ലെങ്കിൽ കൂടി അത് ആശങ്കപ്പെടുത്തുന്നില്ല എന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അത് പ്രതിപക്ഷ സർക്കാരാവട്ടെ ഇന്ന് സർക്കാരിന് മൂർച്ച കൂടി ആക്രമണത്തിൽ. കാരണം സഭയിൽ നിൽക്കുമ്പോഴാണ്, ഈ ബഹളം നടക്കുമ്പോഴാണ് അവരറിയുന്നത്
ഈ കാര്യങ്ങൾ ഇങ്ങനെ ഹൈക്കോടതിയുടെ പരാമർശം വന്നു എന്നറിയുന്നത്. അത് അപ്പം തന്നെ പി രാജീവ് സഭയിൽ അവതരിപ്പിക്കുന്നു, ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുന്നു. മാപ്പ് പറയണം നിങ്ങൾ, ഈ സഭാ നടപടികൾ ഇങ്ങനെ ഈ അനാവശ്യ കാര്യം പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നതിന് മാപ്പ് പറയണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു എഡ്ജ് ഇന്ന് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിന് കിട്ടി ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ. കാരണം ഈ സഭയെ മാനേജ് ചെയ്യുന്നതിൽ പിന്നെ ഭരണപക്ഷം വിജയിച്ചു. കാരണം നേരെ വെല്ലിലിറങ്ങുകയോ ഇത് ചർച്ചയ്ക്ക് എടുക്കുകയോ ചെയ്യാത്ത സാഹചര്യം ഇവർക്കുള്ളപ്പോൾ അവർക്ക് മൈക്ക് കിട്ടുന്നില്ല എന്നുണ്ട്. ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ആ വന്നതിൻ്റെ ആനുകൂല്യം കൂടി ഭരണപക്ഷം ഒറ്റയടിക്ക് ഏറ്റെടുക്കുന്നു, അതെല്ലാം അവിടെ അവതരിപ്പിക്കുന്നു. മാത്രമല്ല എന്തെല്ലാമാണ് പറഞ്ഞത്, ഇവർ ഈ ഫോട്ടോയിലേക്ക് ചർച്ച പോകുമ്പോൾ ഫോട്ടോയുടെ എനിക്കത് ഭയങ്കര കൗതുകരമായി തോന്നി. ഫോട്ടോ എന്നതിലേക്ക് ചർച്ച പോകുമ്പോൾ എന്താണ്, നിങ്ങൾ മുഖ്യമന്ത്രി ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ അതിനെക്കുറിച്ച് കുഴപ്പം പറഞ്ഞില്ലല്ലോ എന്നാണ്. കുഴപ്പം നന്നായി പറഞ്ഞായിരുന്നു, നന്നായി പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും മാത്രം നിൽക്കുന്ന ഫോട്ടോ കട്ടിയത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് സോണിയാഗാന്ധിയുടെ ഫോട്ടോ വരുന്നത്. അപ്പൊ പിന്നെ ഫോട്ടോയിലേക്കുള്ളത് നിന്നു, അത് അവസാനിപ്പിച്ചു. അപ്പൊ കുഴപ്പം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ്, അനുരാഗ് ഠാക്കൂറുമായിട്ട് MP രാജേഷ് നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചില്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കുന്നത്. അനുരാഗ് ഠാക്കൂർ കേന്ദ്രമന്ത്രിയാണ്, ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ള മറുപടി കേട്ടോ, അതായത് ഗോൾ വർക്കറിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പം ഇനി ഞങ്ങൾ ഫോട്ടോ എടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന്. രസകരമായിരുന്നു സഭാതലം. അത് വല്ലപ്പോഴൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറ്. മാത്രമല്ല പണ്ടൊക്കെ ഈ സഭ വളരെ രസകരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതാണ്. സഭയിലെ ഓരോ ചോദ്യോത്തരവും ഇത്തരത്തിലുള്ള അഗ്രസീവായ ഇടപെടലും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ CPIM നിന്ന് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുക മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അദ്ദേഹം അവതരിപ്പിക്കുന്നത് വരെ ഈ വിഷയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ള അവസ്ഥ മാറി. ഇന്നിപ്പോ പി രാജീവാണെങ്കിലും MP രാജേഷ് ആണെങ്കിലും ബാലഗോപാലാണെങ്കിലും അപ്പുറത്ത് വി ശിവൻകുട്ടിയാണെങ്കിലും ഒക്കെ ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ രംഗത്തിറങ്ങുന്നു. അത് ശക്തമായി പറയുന്നു, സഭയ്ക്കകത്തും പുറത്തും പറയുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭരണപക്ഷവും ഒരു തെരഞ്ഞെടുപ്പ് കാലം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ബാക്കി പത്രം. നിയമസഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ സൃഷ്ടിച്ച് ചർച്ചകളിലേക്ക് കടക്കാതെ സഭ വിടുന്ന രീതിയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം പയറ്റിയത്. ഇന്നും സ്വർണ്ണക്കൊളയും മുഖ്യമന്ത്രിയുടെ വേദിയിലെ പരാമർശങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടി ഇതേ രീതിയാണ് പിന്തുടർന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അതിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ ഭരണപക്ഷം VD സതീശനെ ഉന്നം വെച്ച് ആക്രമിക്കുന്ന മറുതന്ത്രം കൈക്കൊണ്ടു. മന്ത്രിമാരെല്ലാവരും കൂടി അടിക്ക് തിരിച്ചടി എന്നോണം മറുപടിയുമായി നിരന്നപ്പോൾ സതീശൻ ഏറെക്കുറെ ഒറ്റപ്പെടുന്നത് കൂടിയായിരുന്നു ഇന്നത്തെ ചിത്രം. ഇവിടെ നമുക്ക് RDX അവസാനിപ്പിക്കാവുന്ന തോന്നുന്നു. RDX ഇവിടെ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.